rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a cradle when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. ഹായ്, നമ്മൾ കഴിഞ്ഞ സെക്ഷൻ വരെ നോക്കിയത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മൊഡ്യൂളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതേപോലെ യൂസർ മാനേജ്മെൻറ്റ്, ആ ഒരു സെക്ഷൻസ് വരെ നമുക്ക് ഫിനിഷ് ആയി അല്ലേ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മെയിൻ സെക്ഷൻ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും കോർ മൊഡ്യൂളായിട്ടുള്ള ഓർഡർ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. നമ്മൾ ഓർഡർ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ കവർ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടും എങ്ങനെയാണ് യൂസറിന് ഐറ്റംസ് അവരുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ വൺസ് കാർട്ടിൽ അവർക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒരു ഓർഡറിലേക്ക് അല്ലെങ്കിൽ ചെക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നീട് ആ ഓർഡർ സ്റ്റാറ്റസ് നമ്മുടെ ബാക്കെൻഡിൽ നിന്ന് മാറ്റുന്നതനുസരിച്ച് യൂസർക്ക് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓർഡർ മാനേജ്മെൻറ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്ത ഉള്ള ഡേറ്റാസ് എല്ലാം ഒന്ന് ജിറ്റിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക. അത് നമ്മൾ ഇതുവരെയുള്ള ഏകദേശം ചെയ്തതെല്ലാം ഒന്ന് കമ്മിറ്റ് ചെയ്തേക്കുക. ഇനി നമുക്ക് ആദ്യം ഓർഡർ മാനേജ്മെൻറ്റിൻ്റെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു മോഡൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെന്നൊന്ന് നോക്കാം. നമുക്ക് ഓർഡറിൻ്റെ ഒരു വർക്ക് ഫ്ലോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് ആ മോഡൽ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഒരു 2 മോഡലുകളാണ് അതിനു വേണ്ടി വരുന്നത്. ഒന്ന് ഓർഡറും ഉണ്ട്, ഓർഡേഡ് ഐറ്റംസും ഉണ്ട്. ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ യൂസർ ഒരു ഡേറ്റ അല്ലെങ്കിൽ യൂസർ ഒരു ഐറ്റം കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്, ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഒന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ ഐറ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഓർഡർ സമ്മറിയുമുണ്ട്. പിന്നെ ആ ഓർഡറിനകത്തേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റം ഉണ്ട്. ഒരു ഐറ്റത്തിന് 2 പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, ടോട്ടലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഓർഡേഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ഐറ്റം എന്ന് പറയുന്നത് ഈ ഓർഡറിൻ്റെ ഒരു കണ്ടൻ്റ് ആണ്. അതായത് ഓർഡേഡ് ഐറ്റത്തിൽ നമ്മളൊരു റിവേഴ്സ് റിലേഷൻഷിപ്പായിട്ട് ഒരു ഓണർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇട്ടിട്ടുണ്ട്. ആ ഓണർ ഫീൽഡ് ശരിക്കും നമ്മുടെ ഓർഡറാണ് വരുന്നത്. ഓർഡർ ഒബ്ജക്റ്റാണ് ഓണർ ഫീൽഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓർഡർ സമ്മറി, ഓർഡർ ഓൺ ഒബ്ജക്റ്റ് ഡോട്ട് ആഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡറിലുള്ള ഐറ്റംസ് കിട്ടും. പിന്നെ മെയിൻ അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ തന്നെ നമ്മളൊരു സ്റ്റാറ്റസ് ഫീൽഡ് ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റാറ്റസ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ഒരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു കാർട്ട് സ്റ്റേജിൽ, അതായത് അവിടെ ഒരു കാർട്ട് അയാൾക്കുണ്ടാവും. ഈ കാർട്ട് സ്റ്റേജിൽ ഒരു ഓർഡറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 0 ആണ്. കാർട്ട് സ്റ്റേജിൽ ഓർഡർ സ്റ്റാറ്റസ് 0 ആണ്. അതിൻ്റെ അർത്ഥം അതൊരു ഓർഡർ ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ആയിട്ടില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു കാർട്ട് സ്റ്റേജിൽ മാത്രമാണെന്നുള്ളതാണ്. ശരിക്കും കാർട്ട് സ്റ്റേജിലുള്ള ഒരു ഓർഡർ എപ്പോഴും ഒരെണ്ണേ ആസ് പെർ അവർ ലോജിക്ക് ഒരൊറ്റ ഓർഡർ മാത്രമേ ഉള്ളൂ ഈ കാർട്ട് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ. അതായത് 0 ഓർഡർ ആയിട്ടുള്ള ഒരെണ്ണേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു യൂസർ ലേഗിൻ ചെയ്ത് അയാൾ അതിൻ്റെ കാർട്ടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വ്യൂവിൽ നിന്ന് കൊടുക്കുന്നത് കാർട്ട് സ്റ്റേജ് 0 ആയിട്ടുള്ളതും ഈ പർട്ടിക്കുലർ കസ്റ്റമറിൻ്റേതുമായിട്ടുള്ള ഓർഡർ എന്താണോ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും ഇവിടെ നമ്മുടെ കാർട്ടിനകത്ത് എപ്പോഴും കാണുന്നത്. വൺസ് അയാൾ ഓരോ ഓർഡർ ഐറ്റം ആഡ് ചെയ്യുമ്പോഴും ആ കാർട്ടിലേക്ക് ഡേറ്റ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഫൈനലി ഇത് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാർട്ട് സ്റ്റേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം വീണ്ടും ആൾ കാർട്ടിൽ വന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു കാർട്ടായിരിക്കും വരുന്നത്. ഐ മീൻ പുതിയൊരു കാർട്ട് സ്റ്റേജ് 0 ആയിട്ടുള്ള പുതിയൊരു ഓർഡർ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ വരുന്നത്. നമുക്ക് ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് പ്രോഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു കാർട്ടിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് അല്ലേ. ഒരു ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഇതെങ്ങനെയാണ് ആഡ് ടു കാർട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് നേരെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ടെംപ്ലേറ്റിലേക്ക് പോവാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ടെംപ്ലേറ്റിൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനകത്താണ് ആഡ് ടു കാർട്ട് ഡേറ്റ ഒക്കെ കിടക്കുന്നത്. അവിടെ എത്തി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവിടെ ഒരു സൈസ് സെലക്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ സൈസ് സെലക്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു ആഡ് ടു കാർട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ക്വാണ്ടിറ്റി എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്കിതൊരു ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാം. തൽക്കാലം ഞാൻ സൈസിൻ്റെ എടുത്തങ്ങ് കളയുകയാണ്. നമ്മൾ സൈസ് ഉപയോഗിക്കുന്നില്ല. സൈസ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ ഇതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. ആ ഒരു ഫീൽഡിലൂടെ നമ്മൾ സേവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മീൻസ് നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റി സേവ് ചെയ്യുന്നുണ്ട് ഓർഡേഡ് ഐറ്റത്തിനകത്ത്. സൈസ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ഒരു ഫീൽഡ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിട്ടാലും
പ്രശ്നമൊന്നുമില്ല. സൈസ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മോഡലിനകത്ത് നോക്കിയാൽ അറിയാം, ഓർഡേഡ് ഐറ്റം മോഡലിനകത്ത് നമുക്ക് ഓൾറെഡി പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റിയുടെ ഒപ്പം സൈസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് അഡീഷണൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈസും വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം സൈസ് എടുത്ത് കളഞ്ഞു. ഓക്കെ, ക്വാണ്ടിറ്റി ഉണ്ട്, ഔട്ട് ടു കാർട്ട് ഉണ്ട്. ഇനി അതൊരു ഫോമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിനു വേണ്ടി ഓക്കെ, ആദ്യം ഇവിടെ ഒരു ഫോം കൊടുക്കുന്നു. ഫോം മെത്തേഡ് പോസ്റ്റ്. ഓക്കെ, ആക്ഷൻ. ഈ ആക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഞാൻ ലോഗിനും സൈനപ്പും ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഒരു ഫോമിൻ്റെ ആക്ഷൻ എവിടെയാണ് എഴുതേണ്ടത്, അതാണ് ഈ ആക്ഷനകത്ത് എഴുതേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മളൊരു ആക്ഷൻ കൊടുക്കുകയാണ്, ഒരു ആക്ഷൻ ഫീൽഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും വന്നതിൽ ആക്ഷൻ എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റിക്ക് നമുക്ക് നെയിം കൊടുക്കാം. ക്വാണ്ടിറ്റി. ഓക്കെ, ഫോം ക്ലോസ് ചെയ്തു. ഈ href ഇതൊരു നമുക്കൊരു ബട്ടണായിട്ട്, ഒരു സബ്മിറ്റ് ബട്ടണായിട്ട് മാറ്റിയേക്കാം. ഈ ഔട്ട് ടു കാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബട്ടൺ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കിടന്നത് ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ്. നമുക്കതൊരു ബട്ടണാക്കി മാറ്റിയേക്കാം, ഒരു സബ്മിറ്റ് ബട്ടണാക്കാം. ക്ലാസ് ബട്ടൺ തന്നെ കൊടുത്തേക്കാം, കാരണം നമുക്ക് ആ ഒരു ഡിസൈൻ വേണം. അതുപോലെ ആട്ട് കാട്ടെന്ന് പറഞ്ഞ പേരും ഇട്ടു. ഓക്കെ, ഇപ്പം നമ്മൾ ഓക്കെ, ആട്ട് കാട്ട് ബട്ടണുണ്ട്, അതേപോലെ വാല്യൂ ഉണ്ട്. നമ്മളിതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ ഇത് ചെയ്ത സമയത്ത് ചെയ്തതുപോലെ തന്നെ, എല്ലാ ഫോംസും ചെയ്തപ്പോൾ ഇട്ടതുപോലെ തന്നെ CSRF ടോക്കണോടെ ഇവിടെ കൊടുക്കും. ഓക്കെ, ഇപ്പം നമ്മൾ CSRF ടോക്കൺ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ, അതായത് ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ആഡ് ടു കാർട്ട് ബട്ടൺ കൊടുത്തു. ആഡ് ടു കാർട്ടിനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഏത് ക്വാണ്ടിറ്റി ആണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയണം. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഡ് ടു കാർട്ട് ബട്ടൺ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് യൂസർ, ഏത് പ്രൊഡക്റ്റ്, അത് എത്ര എണ്ണം, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ ബാക്ക് ആൻഡ് സെർവറിൽ ഫെച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക്, പക്ഷേ ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി കിട്ടി, ഏത് യൂസറാണെന്ന് നമുക്ക്, ഓഫ് കോഴ്സ് നമുക്ക് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഏത് പ്രൊഡക്റ്റാണെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ഒരു ഫീൽഡ് കൂടി ഇടണം. അത് നമുക്ക് ഒരിക്കലും ഫ്രണ്ടിൽ കാണേണ്ട, അതായത് യൂസർ എൻട്രി ചെയ്യേണ്ട ഒരു ഫീൽഡൊന്നുമല്ല, നമുക്ക് ബാക്കിൽ ആ ഇൻഫർമേഷൻ മാത്രം ഒന്ന് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഹിഡൻ ഡേറ്റ ടൈപ്പിൽ നമുക്കൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ നമ്മുടെ ഫോമിൽ കിടപ്പുണ്ടാവും. യൂസർ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ആവുകയും ചെയ്യും. പക്ഷേ അത് യൂസറിന് ഡിസ്പ്ലേ ആവില്ല. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ID ആയിരിക്കും. അത് നമ്മൾ നേരെ product.id പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ടെംപ്ലേറ്റിൽ നിന്ന് നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കിട്ടും, അത് കൊടുത്തു. അതുപോലെ ഈ ഹിഡൻ ഇൻപുട്ടിൻ്റെ പേര് നമ്മൾ പ്രൊഡക്റ്റ് ID എന്നാക്കി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായി. നമുക്ക് പ്രൊഡക്റ്റ് ID ആയി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ആയി. ഇനി ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ നമുക്ക് സബ്മിറ്റ് ആകും. ഇവിടെ നമ്മൾ ആക്ഷൻ എഴുതിയിട്ടില്ല, ആക്ഷൻ ഏത് പേജിലേക്കാണെന്ന് എഴുതിയിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് അത് നോക്കാം. നമ്മൾ നേരെ
ഓഡേഴ്സിലെത്തി. ഓഡേഴ്സിൻ്റെ വ്യൂസ് ഡോട്ട് പി വൈയിൽ ഇപ്പോൾ ഇവിടെ ഷോ കാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡേ ഉള്ളൂ. നമ്മൾ പുതിയൊരു മെത്തേഡ് എഴുതുവാണ്, ആഡ് ടു കാർട്ട്. ഓക്കെ, ആഡ് ടു കാർട്ടിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് റിക്വസ്റ്റ്. ഓക്കെ, ആദ്യം ചെയ്യുന്നത് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, ആദ്യം നമ്മൾ ഏത് യൂസറാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി വെറുതെ റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, യൂസർ ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ യൂസർ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് കസ്റ്റമറെ എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് യൂസർ ഡോട്ട്, അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മോഡൽ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. യൂസറിൽ നിന്ന് കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു റിവേഴ്സ് റിലേഷൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഒബ്ജക്റ്റിലെത്തും. ഓക്കെ, കാരണം കസ്റ്റമർ മോഡലിൽ നമ്മൾ യൂസർ കൊടുത്തിരിക്കുന്നത്, യൂസറിൻ്റെ റിവേഴ്സ് റിലേഷൻഷിപ്പിന് കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് നെയിമാണ് കസ്റ്റമർ പ്രൊഫൈൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡലിനകത്ത് യൂസ് ഡോട്ട് പി വൈയിലെത്തി, അതിനകത്ത് വെറുതെ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് റിക്വസ്റ്റിൽ നിന്ന് കസ്റ്റമർ കിട്ടി. ഇനി അടുത്തത് പോസ്റ്റ് ഡേറ്റയിൽ നിന്ന് നമ്മുടെ ക്വാണ്ടിറ്റി അറിയണം. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഇവിടെ കിട്ടും. പിന്നെ അടുത്തത് പ്രൊഡക്റ്റ് ഐ ഡി ആണ്. അതിനുവേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ഐ ഡി കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് പ്രൊഡക്റ്റ് ഐ ഡി. ഓക്കെ, ഇപ്പം നമുക്ക് കസ്റ്റമർ കിട്ടി, പ്രൊഡക്റ്റ് ഐ ഡി കിട്ടി. ഇനി നമുക്ക് അടുത്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഐ ഡിയും കസ്റ്റമറും വെച്ചിട്ട് ഒരു ഓർഡേഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു കാർട്ടിലേക്ക് ഒരു ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ കാർട്ട് ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്തെടുക്കണം. കാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, അതായത് ഓർഡർ സ്റ്റേജ്, ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഓർഡർ സ്റ്റേജ് കാർട്ട് സ്റ്റാറ്റസിൽ അഥവാ സീറോ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഏത് ഓർഡർ ഒബ്ജക്റ്റ് ആണോ അതാണ് നമ്മൾ കാർട്ടായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അറ്റ് എ ടൈം ആസ് പെർ അവർ ലോജിക് അറ്റ് എ ടൈം ഒരൊറ്റ ഓർഡർ ആയിരിക്കും കാർട്ട് സ്റ്റേജിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അത് ഗെറ്റ് ചെയ്യാൻ വേണ്ടി കാർട്ട് ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ കാർട്ട് ഒബിജെ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ നേരെ ഓർഡർ മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബാക്കി ഫിൽറ്ററുകൾ നടക്കത്തുള്ളൂ. അതിന് വേണ്ടി ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ഓർഡറും ഓർഡേഡ് ഐറ്റവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഓർഡേഡ് ഐറ്റം ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഓർഡറിൻ്റെ മോഡലിനകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം, ഇതിനകത്ത് രണ്ട് ഫീൽഡുകളുണ്ട്. ഒന്ന് ഓർഡർ സ്റ്റാറ്റസ്. ഈ ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതിൻ്റെ ചോയ്സ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് കാർട്ട് സ്റ്റേജിലായിരിക്കണം. അതായത് ഓർഡർ ഫസ്റ്റ് സ്റ്റേജ്, അതായത് കാർട്ട് സ്റ്റേജിൽ നിൽക്കുന്ന സീറോ ആയിരിക്കണം. അതുപോലെ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെടുത്ത കസ്റ്റമറും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആയിട്ടുള്ള ഏത് ഓർഡറാണോ ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഡേഡ് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡറിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്ന പോലെയായി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓർഡർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ്. ഇവിടെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ നോക്കണം. ഇപ്പം ചില ഒരു കണ്ടീഷൻ, അതായത് ഫസ്റ്റ് ടൈം യൂസർ കയറുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സ്റ്റേജിലുള്ള ഒരു ഓർഡറും വന്നിട്ടുണ്ടാവില്ല. അതായത് കാർട്ട് സ്റ്റേജിൽ നിൽക്കുന്ന ഓർഡറുകൾ ഉണ്ടാകുകയില്ല. ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഓർ ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഈ ഗെറ്റ് ഓർ ക്രിയേറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഒരു ഓർഡർ ഇല്ലെങ്കിൽ അവിടെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യും. ഇതിന് റിട്ടേൺ ചെയ്യുന്നത് ഒരു ടപ്പിളായിരിക്കും. ആ ടപ്പിൾ അതായത് ഒരു രണ്ട് വാല്യൂ ആയിരിക്കും ആ ടപ്പിളിൽ കിടക്കുന്നത്. ഒന്ന് ഒബ്ജക്റ്റും രണ്ട് അത് ക്രിയേറ്റ് ചെയ്തതാണോ അതോ അല്ലയോ എന്നുള്ളത്. ഓക്കെ,
അതായത് ഗെറ്റ് ഓർ ക്രിയേറ്റിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഇതുണ്ട്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ കുറേ ഗെറ്റ് ഓർ ക്രിയേറ്റ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഡൽ ഒബ്ജക്റ്റിനെ ഗെറ്റ് ചെയ്യാൻ നോക്കും. അഥവാ അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഡൽ ഇല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടപ്പിളായിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ടപ്പിളിനെ അൺറാപ്പ് ചെയ്ത് ഇങ്ങനെ ഡേറ്റ എടുക്കാൻ വേണ്ടി പൈത്തൺ ഇങ്ങനെ വെറുതെ കോമയിട്ട് കൊടുത്താൽ മതി. കോമയിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു ടപ്പിളിൻ്റെ അതേ ഓർഡറിൽ തന്നെ നമ്മൾ പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂസ് വന്നോളൂ. ഇപ്പം ഞാനിവിടെ ഈ ടപ്പിളിൽ 2 വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്, ഒന്ന് അതിൻ്റെ ഒബ്ജക്റ്റും റിട്ടേൺ ആവും, 2 ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും റിട്ടേൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൂളിയൻ വാല്യൂ എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ആണോ അതോ ഗെറ്റ് ചെയ്തെടുത്തുള്ളതാണോ? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ കണ്ടീഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഓണർ, അതായത് ഓണർ നമ്മുടെ കസ്റ്റമർ ആയിരിക്കണം. 2 ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാർഡ് സ്റ്റേജ് ആയിരിക്കണം, അതായത് 0 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡറായിരിക്കും ഇവിടെ ഗെറ്റ് ചെയ്യുന്നത്. ഇതൊരൊറ്റ ഓർഡർ മാത്രമായിരിക്കും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുണ്ടാവുള്ളൂ. അഥവാ ഇൻ കേസ് അങ്ങനെ ഒരു ഓർഡർ ഇല്ലെങ്കിൽ ഒരു പുതിയ ഓർഡർ ഫസ്റ്റ് ടൈം ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ ആഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് കാർട്ടിൽ ഓർഡേഡ് ഐറ്റം ആഡ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ കൊടുക്കുവാണ് ഒരു ഓർഡേഡ് ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാർട്ടിൽ വാല്യൂ കയറി. ഓർഡേഡ് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ്. ഇതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ID, പിന്നെ രണ്ടാമത് ഓണർ എന്ന് പറയുന്നത്, ഓണർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഓർഡേഡ് ഐറ്റത്തിൻ്റെ ഓണർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കാർട്ടിലേക്കാണ് നമ്മൾ ഐറ്റം ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓർഡേഡ് ഐറ്റത്തിൽ ഓണർ ഫീൽഡ് ഇട്ടേക്കുന്നത് അല്ലേ. പ്രൊഡക്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഓണറും ഉണ്ട്, 3 ഫീൽഡ് ഉണ്ട്. ഓണർ എന്ന് പറയുന്നത് അതായത് ഏത് ഓർഡറാണ് ഈ ഓർഡേഡ് ഐറ്റം ഓൺ ചെയ്യുന്നത് എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഇപ്പം നമ്മുടെ കേസിൽ ഇപ്പം നമ്മൾ എടുത്ത കാർട്ട് OBJ കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു ക്വാണ്ടിറ്റി, അതൊരു ഇൻറ്റായിട്ട് കൺവേർട്ട് ചെയ്താൽ ഇൻറ്റു വാല്യൂ ആയതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ ഓർഡേഡ് ഐറ്റം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മളിവിടെ റീഡയറക്റ്റ് ചെയ്യുകയാണ്. റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി റീഡയറക്റ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നു. റീഡയറക്റ്റ് റിട്ടേൺ റീഡയറക്റ്റ് കാർട്ട്, അതായത് നമ്മുടെ കാർട്ട് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. URL ഒന്ന് നോക്കട്ടെ. ഓക്കെ, കാർട്ട് എന്ന് തന്നെ.
കാർട്ടിലെ കണ്ടൻസ് കാണിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ഓർഡേഡ് ഐറ്റം, പ്രൊഡക്റ്റ് ഐ ഡി എല്ലാം വെച്ചിട്ട് ഐറ്റം ആഡ് ചെയ്യുന്നു, കാർട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനിയും ചെയ്യാനുണ്ട്, പക്ഷേ റഫായിട്ട് നമ്മളൊന്ന് ചെയ്തിട്ട് വന്ന് ഇത് ബാക്കി വർക്കുകൾ നോക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ കാർട്ടിൻ്റെ ടെംപ്ലേറ്റിലെത്തി എൻ്റെ വ്യൂ കാണാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റയുടെ ആഡ് ചെയ്യാം. ടെംപ്ലേറ്റ്സിലെത്തി കാർട്ട് കണ്ടെയ്നർ വന്നു. കാർട്ട് കണ്ടെയ്നറിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ അതായത് ആ കാർട്ടിൻ്റെ ഓർഡേഡ് ഐറ്റംസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടതല്ലേ. അതിനു വേണ്ടി നമ്മൾ views.py വന്നു. അതിൽ ഷോർട്ട് കാർട്ടിനകത്ത് തന്നെ വന്നു. ഇപ്പം നമ്മൾ കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ഫങ്ഷൻസ് എഴുതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി മോഡിഫൈ ചെയ്യാനുണ്ട്, കുറച്ച് കണ്ടീഷൻസും സെനാരിയോസോടെ വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്ന് ഐറ്റം ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ആ ആഡ് ചെയ്യ ഐറ്റംസ് വ്യൂ ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു കസ്റ്റമർ കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഏത് കസ്റ്റമർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത് ആ കസ്റ്റമറുടെ കാർട്ട് സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അയാളുടെ കാർട്ടിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയുക, അല്ലെങ്കിൽ കാർട്ട് ഒബ്ജക്റ്റിനെ ഗെറ്റ് ചെയ്യുക. ടെംപ്ലേറ്റിൽ വന്നു. ഓക്കെ, ടെംപ്ലേറ്റിനകത്ത് തന്നെ കാർട്ട് കണ്ടെയ്നറിൽ വന്നു. കാർട്ട് കണ്ടെയ്നറിനകത്ത് നമുക്കിതൊരു ടേബിൾ വൈസിലാണ് കാർട്ട് കണ്ടെയ്നറിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് അല്ലേ. അത് ഓരോ റോയും അതായത് നമുക്ക് കാർട്ട് ഒബ്ജക്റ്റ് കിട്ടിയാൽ ആ കാർട്ട് ഒബ്ജക്റ്റിൽ നിന്ന് അതിലെ കാർട്ടിൻ്റെ ഐറ്റംസ് എല്ലാം ഓരോ റോ വൈസ് ഓർഡേഡ് ഐറ്റം കാണിക്കുകയാണ് നമുക്ക് വേണ്ടത്. നോക്കിയാൽ അറിയാം. അപ്പം നമുക്ക് ആകെ ഒരു സിംഗിൾ റോ ഒഴിച്ച് ബാക്കി റോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്കൊരു ഫോർ ലൂപ്പിൽ ഇറ്ററേറ്റ് ചെയ്യുകയാണ് അടുത്തത് വേണ്ടത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കണ്ടീഷനുണ്ട്. നമുക്ക് വേണ്ടത് കാർട്ടിലെ നമുക്ക് നേരെ models.py ഒന്ന് പോയി, അതായത് എങ്ങനെയാണ് അത് ഇറ്ററേറ്റ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് കാർട്ടിൽ ഓർഡേഡ് ഐറ്റംസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുണ്ട്. ഇതിൻ്റെ അതായത് ഓർഡേഡ് ഐറ്റത്തിൻ്റെ റിവേഴ്സ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു റിലേറ്റഡ് നെയിം കൊടുത്തിട്ടുണ്ട്, ആഡഡ് ഐറ്റം. അതായത് കാർട്ടിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ആഡഡ് ഐറ്റംസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ ഐറ്റംസ് ആഡ് ചെയ്ത എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. നമ്മൾ ഇതെല്ലാം നേരത്തെ മൂവിയൊക്കെ ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ വലിയ ഡീറ്റെയിലിലേക്ക് പോവാത്തത്. അതുകൊണ്ട് നമ്മൾ നേരെ കാർട്ട് കണ്ടെയ്നറിൽ വന്നു. ഇവിടെ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ കാർട്ട് അല്ലെങ്കിൽ ഓർഡേഡ് ഐറ്റം, കാർട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ കാർട്ട് ഐറ്റം ഇൻ നമ്മുടെ കാർട്ട് ഒബ്ജക്റ്റിൻ്റെ ആഡഡ് ഐറ്റംസ് എന്നുള്ളതാണ്. ആഡഡ് ഐറ്റംസ് ഡോട്ട് ഓൾ. ഓക്കെ, ആഡഡ് ഐറ്റംസ് എന്നാണ്. ആഡഡ് അണ്ടർസ്കോർ ഐറ്റംസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓർഡേഡ് ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ ഐറ്റവും കാർട്ട് ഐറ്റവും ഇതിനകത്ത് പ്രിൻ്റ് ആവും. അപ്പോൾ അതിനു വേണ്ടി പിന്നെ അടുത്തത് നമ്മൾ ഇതിൻ്റെ ഓരോ വാല്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ആദ്യം ഒരു പ്രൊഡക്റ്റ് ഇമേജ് ഉണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ടൈറ്റിൽ ഉണ്ട്, അതുപോലെ പ്രൈസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഓക്കെ, ഇതിൽ പ്രൊഡക്റ്റ് ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കറിയാം ഓർഡേഡ് ഐറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡേഡ് ഐറ്റത്തിൻ്റെ ഓർഡേഡ് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഡ് ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ അത് കൂട്ടി നമുക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും കാർട്ട് കണ്ടെയ്നറിനകത്ത്
ആ ഒരു ഡേറ്റ ഓരോന്നും ആഡ് ചെയ്യുവാണ്. ആദ്യം ഇമേജ് കൊടുക്കാൻ വേണ്ടി കാർട്ട് അണ്ടർസ്കോർ ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പ്രൊഡക്റ്റിൻ്റെ സെക്ഷനൊക്കെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്ത സമയത്ത് ജസ്റ്റ് പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും ആ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഇവിടെ നിന്നുണ്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കാർട്ട് ഐറ്റത്തിൽ നിന്നാണ് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ടൈറ്റിലും അതേപോലെ തന്നെ കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിലും. ഓക്കെ, പ്രൈസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ്. ഓക്കെ, നമുക്ക് ഇമേജായി. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ അവിടെ മാത്രം ക്വാണ്ടിറ്റി നമ്മൾ ഇത് ഡിസേബിൾഡ് ആയിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് യൂസറിന് ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണ്ട, അതുകൊണ്ട് ഡിസേബിൾഡ് എന്ന് ഇട്ടു. അതായത് ക്വാണ്ടിറ്റി ഇനി അവർക്ക് പിന്നീട് മാറ്റണ്ട. ഓക്കെ, അതുകൊണ്ട് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി. കാരണം ഇവിടെ ക്വാണ്ടിറ്റി വരുന്നത് നമ്മൾ കാർട്ട് ഐറ്റത്തിൻ്റെ ഫീൽഡ് ആയിട്ട്, അതുകൊണ്ട് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ വീണ്ടും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പ്രൈസ് ഒന്നുകൂടെ ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രൈസാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഇൻറ്റു പ്രൈസാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത പ്രൈസാണ് വേണ്ടത്. നമ്മൾ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ, എന്നിട്ട് നമുക്കത് മാറ്റാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുക. ഇവിടെ കാർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഡേറ്റ കാണിച്ചാൽ മതി. അതുകൊണ്ട് ഈ കാർട്ട് പേജിൻ്റെ കണ്ടെയ്നറിനകത്ത് ആദ്യം തന്നെ ഇഫ് കാർട്ട് കൊടുത്തേര്. കാരണം ഇഫ് കാർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കണ്ടീഷനിലേക്ക് പോയാൽ മതി. കാരണം ഇവിടെ ഞാൻ ഇഫ് കാർട്ട് കൊടുക്കാൻ കാരണം കാർട്ട് ഉണ്ടെന്നുള്ള ഒരു കണ്ടീഷനിൽ മാത്രം ആ ഒരു ടേബിൾസൊക്കെ കാണിച്ചാൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് എംപ്റ്റി കാർട്ടെന്നോ എല്ലാം കാണിച്ച് നമുക്ക് അത് വിടുന്നതായിരിക്കും നല്ലത്. എൽസ് ആണെങ്കിൽ കാർട്ട് ഈസ് എംപ്റ്റി എന്ന് വല്ലതും കാണിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ കാർട്ടിൻ്റെ വ്യൂവും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ടു കാർട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം വ്യൂ ഫംഗ്ഷനിലേക്ക് എത്തി. വ്യൂ ഫംഗ്ഷനകത്ത് ഓക്കെ, ഇപ്പം നമ്മൾ ആഡ് ടു കാർട്ടിൻ്റെ ഫംഗ്ഷൻ എഴുതി. ആ കാർട്ടിൽ ആഡ് ചെയ്ത ഐറ്റം കാണാനുള്ള ഫംഗ്ഷൻ എഴുതി. അതേപോലെ ഷോ ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി. വീണ്ടും നമ്മൾ ഫോമിലേക്ക് വന്നു. ആഡ് ടു കാർട്ടിൻ്റെ ഫോം ഇനി നമുക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും അഡീഷണൽ ചെയ്യാനുള്ളത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ അതാണ് ആഡ് ടു കാർട്ട്. ആഡ് ടു കാർട്ടിൻ്റെ ഫോമിലെത്തി. ഓക്കെ, ഇവിടെ നമ്മൾ ആക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, ആക്ഷൻ കൂടെ കൊടുക്കാം. ആക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ URL ആഡ് ചെയ്യണം. ആഡ് ടു കാർട്ടിൻ്റെ ഫംഗ്ഷനെ നമ്മൾ എഴുതിയിട്ടുള്ളായിരുന്നു. URL ഇവിടെ എഴുതിയിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ URL ആദ്യം ആഡ് ചെയ്യാനായിട്ട് ആഡ് ടു കാർട്ട് എടുത്തു. പാത്ത് ആഡ് ടു കാർട്ട് കോമ യൂസ് ഡോട്ട് ആഡ് ടു കാർട്ട്. ഈ ഫംഗ്ഷനാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നെയിമും ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ ആഡ് ടു കാർട്ട് നമ്മൾ ആക്ഷനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ഒരു ഫോം പോസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഈ ആഡ് ടു കാർട്ടിലേക്കാണ് നമ്മൾ ആക്ഷൻ എവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആക്ഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പേജിലേക്കായിരിക്കും ഫോം സബ്മിഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ URLലെ ആഡ് ടു കാർട്ടിലേക്ക് ഈ പറയുന്ന ഡേറ്റ സബ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
റിഫ്രഷ് ചെയ്യുന്നു. ഞാൻ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ആഡ് ടു കാർട്ടിലേക്ക് പോയി. ഫീൽഡ് ID എക്സ്പയർഡ് നമ്പർ. പക്ഷേ ഓക്കെ, ഇവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫീൽഡ് ID എക്സ്പെക്റ്റഡ് നമ്പർ ബട്ട് ഗോട്ട് ആഡ് ടു കാർട്ട്. ഏത് ലൈനിലാണ് എറർ വന്നതെന്ന് ആദ്യം നോക്കാം. ലൈൻ നമ്പർ 34. അതൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം. ബാക്ക് അടിച്ചിട്ട് സോറി, ഈ ആക്ഷൻ എഴുതുന്നത് നമ്മൾ URL കൊടുത്തിട്ടല്ല എഴുതി, വെറുതെ ഡയറക്റ്റ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നത്. അതായത് നമ്മൾ സാധാരണ ജാങ്കോയിൽ നമുക്ക് URL വെച്ചിട്ട് വേണം ആക്ഷൻ കൊടുക്കാൻ വേണ്ടി. URL ടാഗ് യൂസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അതായത് URL നമുക്ക് ജാങ്കോയിൽ എപ്പോഴും ഒരു URL, അതായത് ഈ ആഡ് ടു കാർട്ട് എന്നുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ കൊടുത്താൽ അത് ആവില്ല. ശരിക്കും അതിൻ്റെ URL കറക്റ്റായിട്ട് വരണമെങ്കിൽ ഏത് URL ആണോ ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ URL ടാഗ് തന്നെ യൂസ് ചെയ്തിട്ട്, സാധാരണ നമ്മൾ ഹൈപ്പർ ലിങ്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ URL ടാഗ് യൂസ് ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ. ഇനി ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാനോട്ട് അസൈൻ 6. ഓക്കെ, പ്രൊഡക്റ്റ് ഇൻസ്റ്റൻസ്. ഇപ്പോൾ നമുക്ക് വേറൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓർഡേഡ് ഐറ്റം പ്രൊഡക്റ്റ് മസ്റ്റ് ബി എ പ്രൊഡക്റ്റ് ഇൻസ്റ്റൻസ്. എന്താണെന്ന് നോക്കാം. ആ ഏത് ലൈൻ നമ്പറിലാണ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26. നമ്മൾ നേരെ 26 ലൈനിലേക്ക് പോവാം. പ്രൊഡക്ട്സിൽ വന്നു. പ്രൊഡക്റ്റിലല്ല, സോറി, കാർട്ടിൽ വന്നു. ഓർഡേഴ്സിൽ വന്നു. use.py 26th ലൈൻ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ID ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. നമുക്ക് പ്രൊഡക്റ്റ് ID ആണ് യൂസറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ആ പ്രൊഡക്റ്റ് ID യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ഡോട്ട് അതിനാദ്യം നമ്മൾ പ്രൊഡക്റ്റ് മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫ്രം പ്രൊഡക്ട്സ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് പ്രൊഡക്റ്റ്. അതിനുശേഷം പ്രൊഡക്റ്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് PK ഈക്വൽ ടു പ്രൊഡക്റ്റ് ID. ഓക്കെ, അതായത് നമ്മൾ പ്രൊഡക്റ്റ് ID യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിനെ ഗെറ്റ് ചെയ്തു. ആ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് അവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്ത് കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഇനി നേരെ നമ്മൾ വീണ്ടും പ്രൊഡക്ട്സിൽ ആഡ് ചെയ്തു. വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തു, ക്ലിക്ക് ചെയ്തു, ഓട്ട് കാർട്ടെ കൊടുത്തു. ഓക്കെ, ആ പ്രൊഡക്റ്റും ഇപ്പോൾ ആഡായി, നമ്മുടെ കാർട്ടിൽ കാണാൻ പറ്റും. വീണ്ടും പ്രൊഡക്ട്സ് എടുത്തു, വേറൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ പ്രൊഡക്റ്റ് നമ്മുടെ കാർട്ടിൽ വന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ നമ്മൾ വേറൊരു കണ്ടീഷൻ പറയുകയാണ്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ, ഒരേ പ്രൊഡക്റ്റ് തന്നെ, ഈ പ്രൊഡക്റ്റ് 6 തന്നെ ഞാൻ വീണ്ടും ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഒരു 2, 3 ആക്കി ആഡ് ടു കാർട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കിയേ, ഈ പ്രൊഡക്റ്റ് 6 തന്നെ ഇപ്പോൾ 2 എണ്ണമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ ഇങ്ങനെയല്ല വേണ്ടത്. ഈ 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 എണ്ണം ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന, അതായത് ഓൾറെഡി നമ്മുടെ കാർട്ടിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യുവാണ് വേണ്ടത്. അതായത് 3 + 1 4 ആക്കി കാണിക്കണം. അപ്പോൾ നമ്മുടെ ലോജിക്ക് അതനുസരിച്ച് മാറ്റി എഴുതണം. use.py നിന്ന് ആഡ് ടു കാർട്ടിൽ ഇപ്പം നമ്മൾ നേരെ ഓർഡേഡ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഓർഡേഡ് ഐറ്റം എക്സിസ്റ്റിംഗ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഗെറ്റ് ഓർ ക്രിയേറ്റ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റും ആ പർട്ടിക്കുലർ കാർട്ടിൽ
ഇങ്ങനൊരു പ്രൊഡക്റ്റ് അത് ഉണ്ടോയിലും ഇല്ലെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളപ്പോൾ അതിന് പകരം ഗെറ്റ് ഓർ ക്രിയേറ്റ് വെച്ചിട്ട് ഇതൊന്ന് മാറ്റുകയാണ്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതി, ഇവിടെ ഗെറ്റ് ഓർ ക്രിയേറ്റ് എന്നാക്കി. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യമേ പറയുന്നില്ല. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റ് ഈ പ്രൊഡക്റ്റ് കാർട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ ഗെറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടീഷൻസ് നോക്കുകയാണ്. ഇത് ക്രിയേറ്റഡ് ആണെങ്കിൽ, ഓക്കെ, അതായത് പുതിയൊരു ഐറ്റമാണ് വന്നതെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി ജസ്റ്റ് ആഡ് ചെയ്തിടുകയാണ്. ഓർഡേഡ് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി, ഓർഡേഡ് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മുടെ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അത് സേവ് ചെയ്യുന്നു. അല്ലാത്തൊരു കണ്ടീഷനാണെന്ന് കരുതുക, അതായത് നോട്ട് ക്രിയേറ്റഡ് കണ്ടീഷനാണെന്ന് കരുതുക. അവിടെ ഓൾറെഡി ഐറ്റം എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി മാത്രം അപ്ഡേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ക്വാണ്ടിറ്റി, ഓർഡേഡ് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കറണ്ട് ക്വാണ്ടിറ്റി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഓൾറെഡി ഐറ്റം എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു, എന്നിട്ടത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. നമുക്ക് ഈ ഓൾറെഡി കിടക്കുന്ന ഐറ്റംസിൽ ഈ പ്രൊഡക്റ്റ് 7 പിന്നെ ഇതിൽ പ്രൊഡക്റ്റ് 6ഉം 7ഉം ഓൾറെഡി ആഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, അത് വരില്ല. പ്രൊഡക്റ്റ് 7 ഇനി ഒന്നുകൂടെ, ആകെ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ. ഈ പ്രൊഡക്റ്റ് 7 തന്നെ ഞാനൊരു 5 എണ്ണം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് 5 1 6 വരണം. നമ്മുടെ വർക്കിംഗ് ആണെങ്കിൽ 6 വരണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി മാത്രം മാറി 6. അതായത് നമ്മളിപ്പോൾ എഴുതിയ ലോജിക്ക് അനുസരിച്ച് ആദ്യം ഗെറ്റ് ഓർ ക്രിയേറ്റീവ് വെച്ചിട്ട് ആ ഓർഡേഡ് ഐറ്റം എക്സിസ്റ്റിംഗ് ആണ്, അത് എടുക്കുന്നു. എടുത്തിട്ട് ക്രിയേറ്റഡ് അല്ലാത്ത കൊണ്ട് ഓൾറെഡി കിടക്കുന്ന ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതേസമയം പുതിയൊരു ഐറ്റം ആണെങ്കിൽ അത് പുതുതായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, പുതിയൊരു ഐറ്റം ആകുമ്പോൾ പുതിയൊരു വിൻഡോ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഇനി നമ്മുടെ മിസ്സിംഗ് ആയിട്ട് കിടക്കുന്നത് സബ് ടോട്ടൽ ഒന്ന് ആഡ് ചെയ്യുന്നത് വേണം. പിന്നെ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന, ഈ സബ് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഫീൽഡ് വേണം. പിന്നെ അതേപോലെ തന്നെ വാല്യൂസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വേണം.